welcome. This is Safna for Success Academy. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസംബർ മന്തിന്റെ ഒരു ക്വിക്ക് റാപ്പ് അപ്പ് ആയിട്ടാണ്. സോ നമ്മൾ എല്ലാവരും വി ആർ എൻട്രിങ് ഇൻ ടു എ ന്യൂ ഇയർ, ന്യൂ മന്ത്. സോ അതുകൊണ്ട് തന്നെ ഡിസംബർ മന്തിൽ ഉണ്ടായിട്ടുള്ള സ്പെഷ്യൽ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്പെഷ്യൽ റാപ്പ് അപ്പ് ആണ്. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിലേക്കൊന്ന് കണ്ണോടിക്കാം. ഓക്കെ, so the first question goes like this: which is the first Arab country to generate electricity from coal? നമ്മൾ ഈ മന്തിൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് അറബ് കൺട്രി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം കോൾ ഈസ് ദുബായ്. ദുബായിലാണ് ഇലക്ട്രിസിറ്റി, കോളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ദുബായ് ഈസ് ഇൻ സൗദി അറേബ്യ. ഓക്കെ, സൗദി അറേബ്യ ആണ് അപ്പോൾ ആൻസർ. Okay, fine. So the next one is who has been appointed as the Secretary General of Lok Sabha? Lok Sabhയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? യെസ്, ഇറ്റ് ഈസ് ഉത്പൽ കുമാർ സിംഗ്. ഓക്കെ, ഉത്പൽ കുമാർ സിംഗ് ആണ് പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനായത്. ഓക്കെ, so the next question is which is the first western country to approve vaccine for coronavirus? ഈ മന്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതായിരുന്നു കൊറോണ വൈറസ് വാക്സിൻ ബയോൺടെക്കും ഫൈസറും അപ്രൂവ് ചെയ്തത്. ഏത് ഫസ്റ്റായിട്ട് അപ്രൂവ് ചെയ്തത് ഏത് രാജ്യമായിരുന്നു? യെസ്, ഇറ്റ് ഈസ് UK. ഓക്കെ, UK ആണ് ഫസ്റ്റായിട്ട് കൊറോണ വൈറസിൻ്റെ വാക്സിൻ അപ്രൂവ് ചെയ്തത്. രണ്ടാമതായിട്ട് ആരായിരുന്നു അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് USA. ഓക്കെ, അമേരിക്ക ആയിരുന്നു രണ്ടാമതായിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഹാസ് ബീൻ നെയിംഡ് ഫസ്റ്റ് എവർ ടൈം കിഡ് ഓഫ് ദ ഇയർ 2020? ടൈം കിഡ് ഓഫ് ദ ഇയർ 2020 ആരായിരുന്നു? യെസ്, ഇറ്റ് ഈസ് ഗീതാഞ്ജലി റാവു ഫ്രം ഇന്ത്യ. ഗീതാഞ്ജലി റാവു ഫ്രം ഇന്ത്യ. ഓക്കെ, so the next one is which plant was removed by UNCND from the Schedule 4 category? റിസർച്ചിനും കാര്യങ്ങൾക്കും ആയിട്ട് UNCND ഒരു പ്ലാന്റിനെ അവരുടെ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു? യെസ്, ഇറ്റ് ഈസ് കാനബിസ്. കാനബിസ് എന്നാണ് കഞ്ചാവാണ്. ഓക്കെ, കാനബിസ്. Okay, so next question is which police station in Manipur has been selected as the best in the country? രാജ്യത്തിലെ തന്നെ മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ ഒരു ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മണിപ്പൂരിലെ നോങ് പോക് സെക്മായി പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, നോങ് പോക് സെക്മായി പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, okay, so the next question is which country becomes the second to unfurl its flag on moon? Okay, ഏത് രാജ്യമാണ് അവരുടെ പതാക രണ്ടാമത്തെ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതാക നാട്ടിയത് ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ചൈന. ഓക്കെ, ചൈനയാണ് ഈ ഒരു അൺഫോളിങ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, so the next one is who was awarded with Global Teacher Award 2020? Global Teacher Award നേടിയത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രഞ്ജിത്ത് സിംഗ് ദിൽസാലെ ആണ്. ഓക്കെ, ദിസാലെ, രഞ്ജിത്ത് സിംഗ് ദിസാലെ. ഓക്കെ, ഇന്ത്യക്കാരനായിട്ടുള്ള രഞ്ജിത്ത് സിംഗ് ദിസാലെ ആണ് ഈ ഒരു അവാർഡിന് അർഹനായിട്ടുള്ളത്. Okay, so the next one is recently upon which former prime minister a postal stamp released? Postal stamp ഏത് ഫോർമർ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിലാണ് പുറത്തിറക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, IK ഗുജ്റാൾ. എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ന്യൂ ഹൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് അക്കോർഡിംഗ് ടു ദ സർവേ കണ്ടക്റ്റഡ് ബൈ ചൈന ആൻഡ് നേപ്പാൾ? ചൈനയും നേപ്പാളും വളരെ കാലത്തെ തർക്കത്തിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തി. അതായത് അവരുടെ ഒരു മെഷർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. യെസ്, ഇറ്റ് ഈസ് 8848.86 ആണ്. സോ 0.68 മീറ്റേഴ്സ് ആണ് ഹൈറ്റ് കൂടിയിരിക്കുന്നത്. സോ 8848.86 ആണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so the next one is who is the inaugural CEO of WHO Foundation? So റീസെൻ്റ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ട WHO ഫൗണ്ടേഷൻ്റെ ഫസ്റ്റ് ആൻഡ് ഇനോഗ്രൽ CEO ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് അനിൽ
സോണി. ഓക്കെ, അനിൽ സോണിയാണ് WHO ഫൗണ്ടേഷൻ്റെ inaugural CEO. Okay, so the next one is name the cities included in UNESCO World Heritage City. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിൽ റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഓർച്ച ആൻഡ് ഗ്വാളിയോർ. ഓർച്ച ഗ്വാളിയോർ ആണ് ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിൽ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സിറ്റീസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ വൺ ദ 2020 രാമാനുജൻ അവാർഡ്. പ്രശസ്ത ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായിട്ടുള്ള രാമാനുജൻ്റെ പേരിൽ കൊടുക്കപ്പെടുന്ന രാമാനുജൻ അവാർഡ് ഇപ്രാവശ്യം ആരാണ് നേടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് കാരോലിന അഹൂജോ. ഓക്കെ, കാരോലിന റൗജോ. ഓക്കെ, കാരോലിന അറൗജോ ആണ് രാമാനുജൻ അവാർഡ് 2020 അർഹയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ടു പ്ലേ ഫുട്ബോൾ ഫോർ അർജൻറ്റീന. അർജൻറ്റീനയ്ക്ക് വേണ്ടി ഫസ്റ്റ് ആയിട്ട് കളിക്കുന്ന ട്രാൻസ്ജെൻഡർ ആരാണ്, ട്രാൻസ്ജെൻഡർ ഫുട്ബോളർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് മറ ഗോമസ്. ഓക്കെ, മറ ഗോമസ് ആണ് അർജൻറ്റീനയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് കളിക്കുന്ന ട്രാൻസ്ജെൻഡർ ഫുട്ബോളർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ പാസ്ഡ് എ ലോ ബാനിങ് കൗ സ്ലോട്ടർ. ഗോവധ നിരോധന നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബറിൽ പാസ്സാക്കിയത് കർണാടക ആയിരുന്നു. ഓക്കെ, കർണാടക. And who was named Time Magazine's 2020 Person of the Year Award. റീസെൻ്റ് ആയിട്ട് ടൈം മാഗസീൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് 2020 പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കവർ പേജിൽ വന്നിട്ടുള്ളത് ജോ ബൈഡനും അമേരിക്കൻ പ്രസിഡന്റ് ഇലക്റ്റ് ആയിട്ടുള്ള ജോ ബൈഡൻ ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കമല ഹാരിസും ആണ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹരായിരിക്കുന്നത്. ഓക്കെ, ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ ഫോർത്ത് അറബ് കൺട്രി ടു നോർമലൈസ് ടൈസ് വിത്ത് ഇസ്രയേൽ. ഇസ്രയേലുമായിട്ട് ടൈസ് കീപ്പപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതുക്കിയിട്ടുള്ള അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തിട്ടുള്ളത് നാലാമതായിട്ട് നോർമലൈസ് ചെയ്തത് ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് മൊറോക്കോ ആണ്. സോ ഇതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സും കാര്യങ്ങളും എല്ലാം ഈ മന്തിൻ്റെ ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലും പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുനെസ്കോ ലോഞ്ചസ് ആൻ ഇൻ്റർനാഷണൽ അവാർഡ് ഇൻ ദ നെയിം ഓഫ് മുജിബുർ റഹ്മാൻ. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? യുനെസ്കോ റീസെൻ്റ് ആയിട്ട് മുജിബുർ റഹ്മാൻ ൻ്റെ പേരിൽ ബംഗ്ലാദേശിൻ്റെ ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് മുജിബുർ റഹ്മാൻ. സോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുതിയ ഇൻ്റർനാഷണൽ അവാർഡ് കൊടുക്കാനായിട്ട് യുനെസ്കോ തീരുമാനിച്ചിട്ടുണ്ട്. സോ ആ ഒരു അവാർഡ് പർട്ടിക്കുലർ അവാർഡിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ക്രിയേറ്റീവ് ഇക്കോണമി. ഓക്കെ, ക്രിയേറ്റീവ് ഇക്കോണമി. Okay, so the next question is name the Indian American in the list of 18 selected astronauts to NASA's manned moon mission. നാസയുടെ മാൻഡ് മൂൺ മിഷൻ്റെ ഭാഗമായിട്ട് 18 ആസ്ട്രോണട്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് രാജാചാരി. ഓക്കെ, രാജാചാരിയാണ് ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. യെസ്, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. ഹൂ ഈസ് ദ ചീഫ് ഗസ്റ്റ് ഫോർ ദ റിപ്പബ്ലിക് ഡേ പരേഡ്? 2021 ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിനുള്ള ചീഫ് ഗസ്റ്റ്, ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ് ആരാണെന്നാണ് ചോദ്യം. യെസ്, ഇറ്റ് ഈസ് ബോറിസ് ജോൺസൺ. ഓക്കെ, ബോറിസ് ജോൺസൺ ആണ്. Okay, so the next question is which state brought the land grabbing prohibition act? ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഗുജറാത്ത് പാർലമെൻറ്റ്. ഗുജറാത്ത് പാർലമെൻ്റ് ആണ് ഈ ഒരു ഇത്തരത്തിലൊരു ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. Okay, so the next question is as part of Netaji's 125th birth anniversary, Union Minister is setting up a museum at, അതായത് 125th ബർത്ത് ആനിവേഴ്സറി, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് എവിടെയാണ് ഒരു മ്യൂസിയം സ്ഥാപിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഇൻ കൊൽക്കത്ത.
ഓക്കെ. സോ 123ാമത്തെ ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് റെഡ് ഫോർട്ടിൽ ഒരു മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 125ാമത്തെ ബർത്ത് ആനിവേഴ്സറിക്ക് ഇറ്റ് ഈസ് ഇൻ കൊൽക്കത്ത. ഓക്കെ, കൊൽക്കത്തയിലാണ് ഇനി അടുത്തതായിട്ട് മ്യൂസിയം വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ ഇന്ത്യൻ എന്റർപ്രണർ എമംഗ് ദ യങ് ചാമ്പ്യൻഷിപ്സ് ഓഫ് എർത്ത് വിന്നേഴ്സ് ഓഫ് UNEP-യുടെ യങ് ചാമ്പ്യൻഷിപ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യൻ എൻ്റർപ്രണേഴ്സിന് അതിൽ ഇന്ത്യൻ എൻ്റർപ്രണർ ആ ഒരു അവാർഡ് നേടിയ ഇന്ത്യൻ എൻ്റർപ്രണർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എല്ലാ വർഷവും 7 കാൻഡിഡേറ്റ്സിനാണ് അല്ലെങ്കിൽ 7 പേർക്കാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. സോ അതിൽ ഒരു ഇന്ത്യൻ എൻ്റർപ്രണർ ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ പേരാണ് വിദ്യുത് മോഹൻ. ഓക്കെ, വിദ്യുത് മോഹൻ. Okay, so the next question is which zoological park gets ISO certification? ISO certification നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ zoological പാർക്കാണ് നെഹ്റു zoological park. Okay, നെഹ്റു zoological പാർക്കിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ISO certification ലഭിക്കുന്നത്. Okay, so the next question is what is the ranking of India in Human Freedom Index? 2020 പുറത്തിറക്കിയ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രാമതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 111ാമത് റാങ്കാണ് ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ, 111ാമത്തെ റാങ്ക്. So the next question is name the sport included in Khelo India Youth Games after yoga. യോഗയ്ക്ക് ശേഷം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയ സ്പോർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ കളരിപ്പയറ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത സ്പോർട്ടായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ കളരിപ്പയറ്റാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ യങ്ങസ്റ്റ് മേയർ ഓഫ് ദ കൺട്രി. രാജ്യത്തിലെ യങ്ങസ്റ്റ് മേയർ ആയിട്ട് റീസെൻ്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടത് ഇറ്റ് ഈസ് ആര്യ രാജേന്ദ്രൻ. ഓക്കെ, ആര്യ രാജേന്ദ്രനെയാണ് യങ്ങസ്റ്റ് മേയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് ഹർ ഏജ് ഈസ് 21. Okay, so the next question is who got the Jimmy George Award 2020? ആർക്കാണ് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. 2020 ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? യെസ്, ഇറ്റ് ഈസ് മിനിമോൾ എബ്രഹാം. Okay, fine. So the next question is name the wildlife sanctuary which became part of Nilgiri biosphere. നീൽഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് വയനാട്. ഓക്കെ, വയനാട്ടിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് നീൽഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ ടെമ്പിൾ ദാറ്റ് വൺ ഏഷ്യ പസഫിക് അവാർഡ് instituted by UNESCO for cultural heritage conservation. കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷന് നൽകുന്ന ഏഷ്യ പസഫിക് അവാർഡ്, യുനെസ്കോൻ്റെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയിട്ടുള്ളത് ഏത് ടെമ്പിളാണ്? കേരളത്തിലെ ഒരു ടെമ്പിളാണ്. ആൻഡ് അത് ഇറ്റ് ഈസ് ഗുരുവായൂർ കൂത്തമ്പലം. ഓക്കെ, ഗുരുവായൂർ കൂത്തമ്പലത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് റീസെൻ്റ് ആയിട്ട്. സോ ഗുരുവായൂർ ദേവസ്വമാണ് ഈ ഒരു അവാർഡ് കൈപ്പറ്റിയിട്ടുള്ളത്. സോ ഈ മന്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി.